നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പലപ്പോഴും പ്രവാസ ലോകം നമുക്ക് മുന്നിൽ നൽകുന്നത് പല പാഠങ്ങളുമാണ്. അങ്ങനെ പല സ്നേഹബന്ധത്തിന് മുന്നിൽ അതിർത്തികൾ മായുന്ന കഥകളിൽ പുതിയൊരു കഥ കൂടി എത്തുകയാണ്. അതിർത്തികൾ ഒന്നും തന്നെയില്ല പ്രവാസ ലോകത്ത്. അവിടെ മനുഷ്യർ മാത്രമാണ്, ജീവിക്കുന്ന മനുഷ്യർ, ജീവിതം കാട്ടിത്തരുന്ന മനുഷ്യർ. പ്രവാസ ലോകം നമ്മെ പഠിപ്പിക്കുന്നതും അതും തന്നെയാണ്, മനുഷ്യരായിരിക്കുക. അത്തരത്തിൽ അതിർത്തികൾ മായിച്ച് ബന്ധങ്ങൾ വളരുന്ന ആ സംഭവം ദുബായിൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. രോഗം ബാധിച്ച് രണ്ടു കണ്ണുകളുടെയും കാഴ്ചശക്തി നഷ്ടപ്പെട്ട മലയാളിയെ യാതൊരു നേട്ടവും ആഗ്രഹിക്കാതെ പരിചരിക്കുന്നത് പാകിസ്ഥാനി യുവാവാണ്. കോട്ടയം മുണ്ടക്കയം സ്വദേശി തോമസിനെയാണ് സ്നേഹം നൽകി പാകിസ്ഥാനിയായ മുഹമ്മദ് ആസാദ് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. 30 വർഷത്തിലേറെ സൗദി അറേബ്യയിൽ ജോലി ചെയ്ത ശേഷം 7 വർഷം മുമ്പ് തോമസ് ദുബായിൽ എത്തിച്ചേർന്നതാണ്. അന്നു മുതൽ ദുരിത കഥകൾ മാത്രമേ ഈ 63-കാരന് പറയാനുള്ളൂ. ഏറെ കഷ്ടപ്പെട്ട് തരപ്പെടുത്തിയ ജോലി മാസങ്ങളോളം ചെയ്തുവെങ്കിലും ശമ്പളം ലഭിച്ചിരുന്നില്ല. ഒടുവിൽ സ്ഥാപന ഉടമ ഏറെ മാസത്തെ ശമ്പള കുടിശ്ശിക ബാക്കി വെച്ച് മുങ്ങുകയും ചെയ്തു. പിന്നീട് ഒരു സ്വദേശിയുടെ കരുണയാൽ തന്നെ ദുബായ് ഇലക്ട്രോണിക്സ് കട തുടങ്ങിയെങ്കിലും അതും വിജയിച്ചിരുന്നില്ല. അങ്ങനെ ഇതിനിടെയാണ് അസുഖങ്ങൾ വില്ലനായി തോമസിനെ തേടിയെത്തിയത്. തോമസിന്റെ 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെടുകയും പക്ഷാഘാതം വന്ന് ശരീരത്തിന്റെ ഒരു ഭാഗം തളരുകയും ചെയ്തു. മൂക്കിന്റെ എല്ലുകൾ തകർന്നിരിക്കുന്നു. പരസഹായമില്ലാതെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ അദ്ദേഹത്തിന് സാധിക്കാതെ ഏറെ ദുരിതത്തിലാവുകയായിരുന്നു. അങ്ങനെ ഇതോടെയാണ് സുഹൃത്തായ പാകിസ്ഥാനി യുവാവ് മുഹമ്മദ് ആസാദ് ആരും ആവശ്യപ്പെടാതെ തന്നെ സഹാനുഭൂതിയോടെ എത്തിച്ചേർന്നത്. കണ്ണിലെ പ്രകാശമണഞ്ഞ തോമസിനെ കൂടപ്പിറപ്പിനെന്ന പോലെ തന്നോട് ചേർത്ത് എല്ലാ കാര്യങ്ങൾക്കും സഹായം നൽകുകയായിരുന്നു ഈ പാകിസ്ഥാനി യുവാവ്. അങ്ങനെ ജാതിയോ മതമോ രാജ്യമോ തനിക്ക് തോമസിനോടുള്ള സ്നേഹത്തിന് വിലങ്ങുതടിയല്ലെന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയത്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്നും ഇദ്ദേഹം പറയുകയാണ്. ഒപ്പം പ്രവാസികളോട് അഭ്യർത്ഥിക്കുകയാണ്. വിസാ കാലാവധി കഴിഞ്ഞതിനാൽ തന്നെ തോമസിന് നാട്ടിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. പ്രശ്നങ്ങളെല്ലാം തീർത്ത് എത്രയും പെട്ടെന്ന് സ്വന്തം മണ്ണിലേക്ക് മടങ്ങിയെത്തണമെന്നും ഇല്ലെങ്കിൽ താനീ മരുഭൂമിയിൽ കടന്ന് മരിച്ചു പോകുമെന്ന് തോമസ് കണ്ണീരോടെ പ്രവാസികളോട് അഭ്യർത്ഥിക്കുകയാണ്. ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ തൊഴിലാളിയായ മുഹമ്മദ് ആസാദിന്റെ തുച്ഛമായ വരുമാനമാണ് തോമസിന് ഭക്ഷണവും താമസവും ഒരുക്കുന്നത് പോലും. ഇത്തരത്തിൽ അടിയന്തരമായി അദ്ദേഹത്തിന് ചികിത്സയും സഹായവും നൽകുകയും തുടർന്ന് നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാൻ അധികൃതർ തയ്യാറാക്കണമെന്നും ഇതിന് തങ്ങൾ ശ്രമം നടത്തിവരികയാണെന്നും സാമൂഹിക പ്രവർത്തകരായ കോഴിക്കോട് സ്വദേശികളായ റായിസ് പൊയിലിങ്കൽ, സമാൻ അബ്ദുൽ ഖാദർ എന്നിവർ വ്യക്തമാക്കുകയും ചെയ്തു. വിവരങ്ങൾക്ക് 971567468444 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിച്ചേരാൻ പ്രവാസികളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് തോമസ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.